മുണ്ടക്കയിൽ നിന്ന് ഷൈനി കൂടി നമുക്കും ചേരുന്നു. മുണ്ടക്കയുടെ സ്ഥിതി അങ്ങേറ്റം ദയനീയമാണ്. ഷൈനി, എന്താണ് അവിടുത്തെ അവസ്ഥ? അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഇല്ല, ആരാണ് അവിടെയുള്ള മുണ്ടക്കയിൽ ആരാണുള്ളത്? എന്റെ ചേച്ചിയോ ചേച്ചിയുടെ 2 കുട്ടികളെ ഹസ്ബൻഡും ആണ് മുണ്ടക്കയിലുണ്ട് അല്ലേ? അവരുടെ പേരെന്താണ്? ശൈല, സുരേഷ്, പിന്നെ 2 കുട്ടികള് ആണ്. ശൈല അല്ലേ? ശൈല, സുരേഷ്. എപ്പോഴാണ് അവരെ അവസാനം ബന്ധപ്പെട്ടത്? ഇന്നലെ വിളിച്ചതായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് ശേഷം കിട്ടിയിട്ടില്ല. ഒരു 7 മണി ആ ടൈമിലൊക്കെ വിളിച്ചത്. 7 മണിക്ക് വിളിച്ചപ്പോൾ മഴയും ആശങ്കയുണ്ടെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഇല്ല, രാവിലെ വിളിച്ചപ്പോ ഫോണിൽ കിട്ടുന്നില്ല അല്ലേ? ഇല്ല, ഫോൺ ഓഫിലാണ്, ഒന്നും കിട്ടുന്നില്ല, റേഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്നത്, കിട്ടുന്നില്ല. ഓക്കെ. എന്തായാലും അവിടെ പ്രതിസന്ധി ഉണ്ട്, അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരു പക്ഷെ അവർ സുരക്ഷിതരായിരിക്കും, പക്ഷെ അവിടെ ഈ ടെലിഫോൺ ലഭ്യമാവാത്തതിന്റെ പ്രശ്നം കൊണ്ടാവാം. എന്തായാലും നമുക്ക് ഇവരുടെ പേര് കൂടി നമുക്ക് അധികൃതർക്ക് കൈമാറാം. മുണ്ടക്കയിലുള്ള ശൈലയും അവരുടെ കുടുംബവും നമുക്ക് തീർച്ചയായിട്ടും ഈ പേര് അവിടെ കൈമാറാം. ആ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറട്ടെ. അവരും അവരുടെ സെർച്ചിങ് ലിസ്റ്റിൽ ഈ പേര് കൂടി ഉൾപ്പെടുത്തട്ടെ. എന്തായാലും ആ ധൈര്യത്തോടെ ഇരിക്കൂ, അവർ സുരക്ഷിതരാകും, നമുക്ക് അങ്ങനെ കരുതാം. യൂനിസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. യൂനിസ്, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, മുണ്ടക്കയെന്നാ വിളിക്കുന്നത്. ഹലോ, യെസ്. യൂനിസ്, താങ്കൾ ട്രീവാലി റിസോർട്ടിലാണോ ഉള്ളത്? എത്ര പേര് അവിടെ കുടുങ്ങി കിടക്കുന്നു? അതെ, ഇവിടെ 200-250 ആളോളം, ഇവിടെ 250 ആളോളം ഉണ്ട് ഏകദേശം, ഇവിടെയും മദ്രസിലുമായിട്ട്. ഈ റിസോർട്ട് മുണ്ടക്കയിലാണോ? മുണ്ടക്കയിലുള്ളതാണ് റിസോർട്ട്? അതെ, മുണ്ടക്കയിലാണ് സംസാരിക്കണേ. ഓക്കെ. അവിടെ എന്തായാലും അവിടെ ഉള്ളവരെല്ലാം സുരക്ഷിതരാണോ? ഇവിടെ ഉള്ളവരെല്ലാം സുരക്ഷിതർ തന്നെയാണ്. പക്ഷെ ഇഞ്ചുറി വന്നിട്ടുള്ള 1-2 ആൾക്കാരുണ്ട്. അവരൊക്കെ ഇവിടെ അഡ്മിറ്റ് ആണ്. പക്ഷെ നമുക്ക് ഒരു ട്രീറ്റ് ചെയ്യാനും കഴിയണില്ല, ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റുന്നില്ല. ആ ഒരു പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് സൗകര്യം തീർച്ചയായിട്ടും ഒരുക്കേണ്ടതുണ്ട്. നമുക്കത് വേഗത്തിൽ ഇടപെടേണ്ടി വരും. താങ്കൾ ഈ റിസോർട്ടിന്റെ പേരൊന്നുകൂടെ കൈമാറാമോ? ട്രീവാലി റിസോർട്ട്, മുണ്ടക്കൈ. ഓക്കെ, ട്രീവാലി റിസോർട്ട്. തീർച്ചയായും ട്രീവാലി റിസോർട്ടിൽ 200-ലധികം ആളുകൾ കുടുങ്ങി കിടക്കുന്നു. അധികൃതരുടെ അടിയന്തര ഇടപെടൽ അവിടെ ആവശ്യമാണ്. നമുക്ക് അവർക്ക് ചികിത്സ നൽകേണ്ടവരുണ്ട് അല്ലേ? ആളെ കയറ്റിയിട്ട് ഇവിടെ താമസിപ്പിച്ചിട്ടാണ്. ഇനി എങ്ങോട്ട് പോകാനും ഒരു രക്ഷയില്ല, റോഡൊക്കെ പൊളിഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ സാഹചര്യം. എന്തായാലും മുണ്ടക്കൈ ട്രീവാലി റിസോർട്ടിലെ അവിടെ അടിയന്തരമായ അധികൃതരുടെ ഇടപെടൽ വേണം. ഞങ്ങൾ തീർച്ചയായും ഇക്കാര്യം അവിടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് താങ്കൾ നിൽക്കുന്നതിന് സമീപ സ്ഥലങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? പൂർണ്ണമായും അവിടെ അപ്പൊ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. അതൊരു മരുഭൂമി പോലെ ആയി കിടക്കും. അവിടെ ഒരു 100-150 വീടുകൾ ഉണ്ടായിരുന്നു ഏകദേശം. അതൊക്കെ ആ വീടിൽ അവശിഷ്ടം പോലും കാണുന്നില്ല. ഈ താങ്കൾക്കൊപ്പം ആ റിസോർട്ടിലുള്ള 200 പേരെന്ന് പറയുന്നത് അവർ അപകടത്തിന് മുമ്പായി അവരെ അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിച്ചതാണ്. അവിടെ ഫസ്റ്റ് സ്ഫോടനം നടക്കുന്നത് എനിക്ക് തോന്നുന്നു 2 മണിന്റെ മുമ്പാണ്. 2-2:15 ഫസ്റ്റ് ഈ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയിട്ട് ആൾക്കാരെ കൂട്ടി ആ ഒരു ഫോറസ്റ്റ് കൂടെ കയറ്റി ട്രീവാലി റിസോർട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. ഓക്കെ. അവിടെ താങ്കള് അവിടുന്ന് വന്ന് അപ്പൊ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുകൊണ്ട് ഇത്രയും പേർക്ക് ജീവൻ രക്ഷപ്പെടുത്താനായി അല്ലേ? തീർച്ചയായിട്ടും. ആ സമയത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഇനിയും മരണം സംഭവിച്ചത്. നമുക്കറിയാം വെളുപ്പിനെ 2 മണി 3 മണി 4 മണിയൊക്കെ ഉണ്ടാകുന്ന അപകടം. നമ്മളെല്ലാവരും ഉറക്കത്തിലിരിക്കുന്ന സമയത്ത് ആണ് ഈ അപകടം. അതുകൊണ്ട് അതിന്റെ വ്യാപ്തി വർദ്ധിക്കും അല്ലെ? ഒന്ന് രക്ഷപ്പെടാനോ ഓടി മാറാനോ പോലും സാഹചര്യമില്ലാത്ത അവസ്ഥയായിരിക്കും. ഒരു മാർഗവുമല്ല. വെള്ളം അത്രമാത്രം ഒഴുക്കുണ്ടായിരുന്നു. മരങ്ങളും വേസ്റ്റുകളും വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ വന്നിട്ടേ നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട് ഒരു ബോഡിയൊക്കെ കിടക്കുന്നത്. നമുക്കത് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. റെസ്ക്യൂ ടീം വരാതെ ഒരു രക്ഷയില്ല അങ്ങോട്ടേക്ക് എത്തിക്കാൻ. ഈ താങ്കള് പോയ സ്ഥലങ്ങളിൽ പലയിടത്തും മൃതദേഹങ്ങളൊക്കെ പൊതു ഇടങ്ങളിലൊക്കെ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതെ കാണുന്നുണ്ട്. ഉണ്ടല്ലേ? ഒരു പക്ഷേ ഞങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഒരു കണക്കുണ്ട് മരണസംഖ്യ സംബന്ധിച്ച്. ആ കണക്ക് ഇതൊന്നും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. കണക്കൊക്കെ അത് വെറും കണക്ക് മാത്രമായിരിക്കും സാറേ. അതിലൊക്കെ എത്രയോ ഉപരിയായിരിക്കും. നമ്മുടെ ഓർമ്മയിലാണ് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു 100 പേരെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടുന്ന് അങ്ങ് പോയ ഈ ഒഴുക്ക് ചൂരമല പൂളക്കാട് അങ്ങനെ ഒഴുകിയിട്ടുണ്ട്. എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്തോണ്ട് നമുക്കൊരു ധാരണയില്ല. അതെ. യൂനിസ്, എന്തായാലും ഞങ്ങൾ ഈ കാര്യം അധികൃതർ ശ്രദ്ധപ്പെടുത്തുകയാണ്. സ്നേഹ കൂടി നമുക്ക് ചേരുന്നു. സ്നേഹയുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള കാണുന്നില്ല എന്നാണ് പേര്. സ്നേഹ, എന്താണ് അവസ്ഥ? സ്നേഹയ്ക്ക് സംസാരിക്കാം. ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട്, ആളുകളൊക്കെ ഉണ്ട്. ഭക്ഷണ സാമഗ്രികളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തത് കുറവാണ്. അപ്പൊ ഉള്ള ഭക്ഷണമൊക്കെ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഉച്ചക്ക് കഞ്ഞി വെച്ചിട്ടുണ്ട്. വളരെ സ്റ്റോക്ക്
ഉറപ്പാണ്, ആ ഒരു ഭയമാണ്. പിന്നെ ഇവിടെ നിന്ന് കടകളില്ല, സാധനം പോയി മേടിക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാനും ആ ഒരു പ്രതിസന്ധി ഉണ്ട് നമ്മൾ മുമ്പ്. തീർച്ചയായിട്ടും യൂനുസ് മനസ്സിലാവുന്നു യൂനുസ് ആ സാഹചര്യം. സ്നേഹ കൂടി നമുക്ക് ഒപ്പമുണ്ട്. സ്നേഹ, എന്താണ് ആ പ്രശ്നം? എന്താണ്, ആരാണ് അവിടെ കുടുങ്ങി കിടക്കുന്നത്? അവിടെ എല്ലാരും ഉണ്ട്. അച്ഛൻ, അമ്മ, അച്ഛന്റെ 2 ഏട്ടന്മാര്, അവരുടെ വൈഫ്, പിന്നെ എന്റെ ബ്രദർ, എല്ലാവരും ഉണ്ട്. മുണ്ടക്കൈയാണോ? മുണ്ടക്കൈ അല്ല, ചൂരൽമല സ്കൂളിന്റെ അടുത്താണ് വീട്. ചൂരൽമല സ്കൂളിന്റെ അടുത്താണ് വീട്. ഓക്കെ. ഈ നമ്മൾ അവരെ ഈ അപകടത്തിന് ശേഷം വിളിച്ചിരുന്നോ? വിളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. തീർച്ചയായിട്ടും. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും പറഞ്ഞു കറണ്ട് ഇല്ല, 2 ദിവസമായിട്ട് ചാർജ് ഇല്ല ഫോണുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണോ കാരണം എന്നറിയില്ല. അപ്പം ഈ നമ്മൾ രാത്രി എപ്പോഴാണ് വിളിച്ചത്? അവസാനമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴാണ്? ഒരു 10-10:30 ആയിട്ടുണ്ടാവും. ഓക്കെ. അതിനുശേഷമാണ് അവിടെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പം പിന്നീട് അയൽവാസികളെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? അങ്ങനെ വിവരങ്ങളൊന്നും എല്ലാവരും ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ ആരുടെയും ഫോണിലേക്ക് പോകുന്നില്ല. ആരാ അവിടുത്തെ കുടുംബനാഥന്റെ പേരെന്താണ്? ബാലചന്ദ്രൻ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് അധികൃതർ ശ്രദ്ധപ്പെടുത്താം. വീട്ടുപേര് കൂടി ഒന്ന് പറയാമോ? കൃഷ്ണനിവാസിൽ ബാലചന്ദ്രൻ. തീർച്ചയായിട്ടും അവരുടെ കാണാതിരിക്കും. ഞങ്ങൾ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ ഈ പേര് കൂടി ഒന്ന് പെടുത്താം. തീർച്ചയായിട്ടും എന്തായാലും ധൈര്യമായിരിക്കും, അവർ സുരക്ഷിതരാവും നമുക്ക് കരുതാം കേട്ടോ. യെസ്, എന്തായാലും ജസീന കൂടി നമുക്ക് ചേരുന്നു. ജസീനയുടെ ബന്ധുക്കൾ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? ജസീന കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജസീന യെസ് മുഫീന കൂടി നമുക്കൊപ്പം ചേരുന്നു. മുഫീന താമസിക്കുന്ന എവിടെയാണ്? മുഫീന കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുഫീന. അതെ സാർ, ഹലോ. മുഫീന എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പിണങ്ങോട്. വയനാട്ടിലാണോ? അതെ, വയനാട്ടിലാണ്. ഈ അപകടം ഉണ്ടായതിന്റെ സമീപത്താണോ? കുറച്ചടുത്താണ്. എന്റെ സിസ്റ്റർ ആണ് ചൂരൽമല ഉള്ളത്. ചൂരമലയുള്ളത് സിസ്റ്ററാണ്. സിസ്റ്ററെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ ഫോണിൽ? ഇല്ല, കിട്ടുന്നില്ല. ഇല്ല, അപകടത്തിൽ പെട്ടോ എന്ന് സംശയമുണ്ട്. ഓക്കെ. അപ്പം എപ്പോഴാണ് നമ്മൾ അവസാനം വിളിച്ചത്? ഇന്നലെ രാത്രി വിളിച്ചു. ഓക്കെ. സിസ്റ്ററുടെ പേരെന്താണ്? നസീറ അല്ലേ? ഓക്കെ. വീട്ടിൽ എത്ര പേരുണ്ട് അവര്? അവിടെ 6 പേരായിരുന്നുള്ളത്. അവര് 6 പേരുണ്ട് വീട്ടിൽ അല്ലേ? ഓക്കെ. പിന്നെ രാവിലെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ? ശരി. തീർച്ചയായും നസീറയെ കാണുന്നില്ല എന്നുള്ള ആശങ്ക ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കും. അധികൃതർക്ക് ഞങ്ങൾ ഈ ലിസ്റ്റ് കൈമാറും, ഈ പേര് കൈമാറും കേട്ടോ. ധൈര്യമായിരിക്കും, അവർ സുരക്ഷിതരായിരിക്കും നമുക്ക് കരുതാം. എന്തായാലും ആശങ്കയോടെ വിളിക്കുന്ന നിരവധി പേരുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ആശങ്ക സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ബന്ധുക്കളെ കാണുന്നില്ല എന്ന വിളിയുള്ളത്.